നിത്യമായി തൂക്കുമാ നേരം. ലാസ്റ്റ് ജഡ്ജ്മെന്റ് ആണ് ഇന്നത്തെ ഗോസ്പൽ. അവസാനം എന്ത് സംഭവിക്കും? അതിനൊരു ഉത്തരം അറിയേണ്ടത് എല്ലാവരുടെയും ബാധ്യതയാണല്ലോ. മരണത്തിൻ്റെ സമയത്തല്ല, മരണത്തിന് ശേഷമുള്ള സമയത്ത്. ഇന്നത്തെ ഗോസ്പൽ അവസാന വിധിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. മഹാപ്രതാപത്തോടെ സകല ദൂതന്മാരോടുമൊപ്പം രാജാവ് എഴുന്നള്ളുന്നു. ചെമ്മരിയാടുകളും കോലാടുകളും എന്ന പോലെ മനുഷ്യരെ വേർതിരിക്കുന്നു. ഇങ്ങനെ തുടങ്ങുന്ന ഗോസ്പലിൽ അവസാനിക്കുന്നത് ചില ചോദ്യങ്ങളോടുകൂടിയാണ്. എന്താണ് ആ ചോദ്യങ്ങൾ? അവസാനം ചോദിക്കാൻ പോകുന്ന ചില ചോദ്യങ്ങൾ. അതാണ് ട്വിസ്റ്റ്. ഒരാളുടെ ജീവിതത്തെ എന്തുമാത്രം ദൈവവുമായി ചേർന്ന് പോയി എന്നത് തെളിയിക്കപ്പെടുന്നത് 6 ചോദ്യങ്ങളുടെ ഇടയിലാണ്. ഈ 6 ചോദ്യങ്ങളും എന്താണെന്ന് ഇന്ന് ഗോസ്പൽ പറയുന്നുണ്ട്. ഈ പരീക്ഷയ്ക്ക് മുമ്പേ ചോദ്യപേപ്പർ പുറത്തായ ഒരവസ്ഥയാണ്. എന്തൊക്കെ ചോദ്യത്തിനാണ് ഉത്തരം കൊടുക്കേണ്ടതെന്നും എന്തൊക്കെയാണ് ചോദിക്കപ്പെടാൻ പോകുന്നതെന്നും വളരെ കൃത്യമായിട്ട് ഇന്നത്തെ ഗോസ്പലിൽ പറയും. യേശു പറയുന്നുണ്ട്, 6 ചോദ്യങ്ങളാണ് ചോദിക്കാൻ പോകുന്നത്. എനിക്ക് വിശന്നു, നിങ്ങളെനിക്ക് ഭക്ഷിക്കാൻ തന്നോ? ഞാൻ പരദേശിയായിരുന്നു, നിങ്ങളെന്നെ സ്വീകരിച്ചോ? ഞാൻ നഗ്നനായിരുന്നു, നിങ്ങളെന്നെ ഉടുപ്പിച്ചോ? ഞാൻ രോഗിയായിരുന്നു, നിങ്ങളെന്നെ ശുശ്രൂഷിച്ചോ? ഞാൻ കാരാഗൃഹത്തിലായിരുന്നു, നിങ്ങളെന്നെ സന്ദർശിച്ചോ? ഇങ്ങനെ 6 ചോദ്യങ്ങൾ ഒരുവൻ്റെ മുമ്പിൽ ചോദിക്കപ്പെടും. ഈ ചോദ്യങ്ങൾക്ക് മുമ്പിൽ അതെ എന്നോ അല്ല എന്നോ ഉത്തരം പറയാൻ മാത്രമേ നമുക്കൊക്കെ അനുവാദമുള്ളൂ. ഇങ്ങനെ അതെ എന്ന് പറയുന്നവരൊക്കെ വലതുവശത്തും അല്ല എന്ന് പറയുന്നവരൊക്കെ ഇടതുവശത്തും നിൽക്കുമെന്നുള്ളതാണ് ഇന്നത്തെ ഗോസ്പലിൻ്റെ ഒരു സാരാംശം. പറഞ്ഞു വരുന്നത്, ഒരാൾ എന്തുമാത്രം തൻ്റെ സഹോദരനെ ചേർത്ത് പിടിച്ചു എന്നൊരു ചോദ്യത്തിന് മുമ്പിലാണ് നമ്മളെല്ലാവരും ദൈവവുമായി ചേർന്ന് നിൽക്കാൻ പോകുന്നത്. പ്രിയമുള്ളവരെയും, തപസ്സുകാലം സ്വന്തം ജീവിതത്തിൻ്റെ നവീകരണം മാത്രമല്ല, അടുത്ത് നിൽക്കുന്ന സഹോദരനെ കൂടി ചേർത്ത് നിർത്തേണ്ട ഒരു സമയമാണ്. ഈ അടുത്ത് നിൽക്കുന്നവനും അകലെ നിൽക്കുന്നവനെയും ചേർത്ത് പിടിക്കാൻ തക്ക വിധത്തിൽ നമ്മുടെ കണ്ണുകളെയും ഹൃദയത്തെയും കുറച്ചും കൂടി നൈർമല്യതയാക്കണമെന്ന് ഈ സുവിശേഷം നമ്മെ പഠിപ്പിക്കും. ഒത്തിരി നമ്മളെക്കുറിച്ച് ചിന്തിച്ച്, ഒത്തിരി നമ്മളെക്കുറിച്ച് ആകുലപ്പെട്ട്, ഒത്തിരി നമ്മളെക്കുറിച്ച് വ്യാകുലപ്പെടുന്ന ഓരോരുത്തരുടെ ഇടയിൽ മറ്റുള്ളവരെക്കുറിച്ച് കുറച്ചും കൂടി ആകുലപ്പെടാനും അവൻ്റെ വിശപ്പിനെയും അവൻ്റെ ദാഹത്തെയും അവൻ്റെ ജീവിത സാഹചര്യങ്ങളെയും കുറച്ചും കൂടി ഗൗരവത്തോടെ കാണാനുമാണ് ഇന്നത്തെ ഗോസ്പൽ നമ്മളെ ക്ഷണിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ 6 ചോദ്യങ്ങൾ ഒരു ചോദ്യം പോലും നമ്മളെ ഗൗരവത്തോടെ കാണാത്തതിൻ്റെ പേരിൽ തമ്പുരാൻ ചോദിച്ചില്ല? ഒരു കാര്യം വ്യക്തമാണ്, നമ്മളെ ഗൗരവത്തോടെ കാണുന്നതിനേക്കാളും അപ്പുറം നമ്മൾ ഗൗരവത്തോടെ കാണേണ്ടത് നമ്മുടെ അടുത്ത് നിൽക്കുന്നതും അകലെ നിൽക്കുന്നതുമായ സഹോദരനെയാണ്. അവനെ ചേർത്ത് പിടിക്കുമ്പോൾ ചേർത്ത് പിടിച്ചത് പൊന്നു തമ്പുരാനെ തന്നെയാണെന്ന് സുവിശേഷത്തിൽ ക്രിസ്തു പറയുമ്പോൾ കാര്യങ്ങൾക്ക് നല്ല വെളിച്ചമുണ്ട്. ഓരോ മനുഷ്യരും തൻ്റെ ജീവിതത്തിനിടയിൽ ചേർത്ത് പിടിക്കേണ്ടത് പ്രിയപ്പെട്ട സഹോദരനെയാണെന്നും ആ സഹോദരൻ കാണപ്പെടാത്ത ദൈവമാണെന്നുള്ള ഒരു തിരിച്ചറിവ്. കവി പാടുന്ന പോലെ, അടുത്ത് നിൽപ്പോർ അനുജനെ കാണാൻ അക്ഷികളില്ലാത്തവർ കരൂപനീശൻ അദൃശ്യനായാൽ അതിലെന്താശ്ചര്യം. അടുത്ത് നിൽക്കുന്ന സഹോദരനെ കാണാൻ കഴിയാത്തവർക്ക് അകലെ നിൽക്കുന്ന ദൈവത്തെ കാണാനും കഴിയില്ല. അത് വളരെ വ്യക്തമാണ്. 6 ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ നമ്മളും ഒരു നാൾ ആ പൊന്നു തമ്പുരാൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും. അതേ എന്നായിരിക്കട്ടെ നമ്മുടെ ഉത്തരം. ആ ഉത്തരത്തിന് നീട്ടിയ കരങ്ങളും വിശാലമുള്ള ഒരു ഹൃദയവും നമുക്കുണ്ടായിരിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അവസാന വിധി നാളിൽ ദൈവം നിൻ ചാരയെത്തുന്ന നേരം ചേർക്കുമോ നിൻ പേരു കുഞ്ഞേ ജീവന്റെ പുസ്തകത്താളിൽ? അവസാന വിധി നാളിൽ ദൈവം നിൻ ചാരയെത്തുന്ന നേരം ചേർക്കുമോ നിൻ പേരു കുഞ്ഞേ ജീവന്റെ പുസ്തകത്താളിൽ? ഒരാളും ന്യായം പറയാൻ നിനക്കായി, ഒപ്പമുണ്ടാവില്ലൊരാളും ന്യായം പറയാൻ നിനക്കായി. പാപവും
കൃത്യമായി തൂക്കുമാ നേരം പാപവും പുണ്യവുമില്ല. കൃത്യമായി തൂക്കുമാ നേരം കൃത്യമായി തൂക്കുമാ നേരം അവസാന വിധി നാളിൽ ദൈവം നിൻ ചാരയെത്തുന്ന നേരം ചേർക്കുമോ നിൻ പേര് കുഞ്ഞേ ജീവന്റെ പുസ്തകത്താളിൽ. തരിയില്ല നേരമീ ഭൂവിൽ പാഴായി കളയുവാനിനിയും. തരിയില്ല നേരമീ ഭൂവിൽ പാഴായി കളയുവാനിനിയും. നന്മതൻ പാതേ ചരിക്കാൻ ഉന്മതൻ ദേശത്തണയാ. നന്മതൻ പാതേ ചരിക്കാൻ ഉന്മതൻ ദേശത്തണയാ. ഉന്മതൻ ദേശത്തണയാ അവസാന വിധി നാളിൽ ദൈവം നിൻ ചാരയെത്തുന്ന നേരം ചേർക്കുമോ നിൻ പേര് കുഞ്ഞേ ജീവന്റെ പുസ്തകത്താളിൽ.